അവർക്ക് വേണ്ടി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ഒരു ഔട്ടിങ് പോകാൻ ഇറങ്ങിയതാണ്. കിങ് അബ്ദുള്ള പാർക്ക് എന്നൊരു പാർക്കുണ്ട്. കുറേ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട്, അങ്ങനെ കുറേ പരിപാടി അവിടെ ഉണ്ട്. ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല, ആകെപ്പാട് യൂട്യൂബിൽ മാത്രമാണ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ ഞങ്ങൾക്ക് റൂമിൽ നിന്ന് ഇറങ്ങി കാർ കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുഴുവൻ കാഴ്ചകളും നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇത് ഞങ്ങൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ്. ഇതാണ് സൗദിയിലുള്ള ബിൽഡിങ്ങുകളൊക്കെ. ഇവിടെ മിക്ക ബിൽഡിങ്ങിനും എല്ലാം ഒരേ കളറ്, ഒരേ മോഡല്, അങ്ങനെയൊക്കെയാണ്. നല്ല പൊടിക്കാറ്റുണ്ട്. ഇത് ഓരോ അപ്പാർട്ട്മെന്റ്സ് ആണ് കേട്ടോ. നമ്മുടെ യാർമുക്ക് ലുലു ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതിനിവിടെ വേറൊരു പേരുണ്ട്, അത്യ മാൾ. ഞങ്ങളവിടെ പോയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ. ആ വീഡിയോ കാണാത്തവർക്ക് നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും. ഇതാണ് ലുലു. മെട്രോയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. മെട്രോ സ്റ്റേഷനാണ്. ഇതിൻ്റെ ഉള്ളിലേക്കൂടെ മെട്രോ ട്രെയിൻ പോകാൻ വേണ്ടിയുള്ള വഴിയൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇനി 22 മിനിറ്റും കൂടെ ഉണ്ട്, 20 കിലോമീറ്റർ. ഇവിടെ ആണെങ്കിൽ ഫുൾ ബ്ലോക്കാണ്. എല്ലായിടത്തും ട്രാഫിക് സിഗ്നലും ക്യാമറയും. നമ്മളൊരു ചെറിയ എന്താ പറയുന്ന ഗുഹ. ഈ റോഡിൻ്റെ ഒരു സൈഡ് നിറച്ച് ഈന്തപ്പനെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചേക്കാണ് ഇവർ. നമ്മുടെ നാട്ടിലൊക്കെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ മരങ്ങളൊക്കെ വെക്കൂല്ലോ, ചെറിയ ചെറിയ മരങ്ങളൊക്കെ. അതുപോലെ ഇവിടെ റോഡിൻ്റെ സൈഡിൽ ഇതാ ഇവിടെ പ്രൈസിങ്. നമ്മൾ ഒരു 5 റിയാലിൽ പോയായിരുന്നു. ഇവിടെ കുറേ 5 റിയാൽ ഷോപ്പുകളുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവർ കയറി കാണുക. ഇത് ഒരു 5 റിയാലായിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതാണ് അപ്പോൾ നമ്മുടെ സൗദിയിലെ ഒരു റോഡ്. 1 വേ ആണ് ഇവിടെ. ഇതിൻ്റെ അപ്പുറത്തൊക്കെ 2-3 റോഡുകളൂടെ ഉണ്ട്. ഇവിടെ വണ്ടി പോകുന്നത് കാണാം. പോകുന്ന വഴിക്ക് വെറൈറ്റി ആയിട്ട് കണ്ടൊരു ബിൽഡിംഗ് ആണ്. ടോപ്പ് അപ്പ് ബിൽഡിംഗ്. ഇതെന്തിൻ്റെ ആയിരിക്കും? കൊള്ളാം, അടിപൊളി. ഇനി 8 കിലോമീറ്ററും കൂടെ, 5 കിലോമീറ്ററും കൂടെ 8 മിനിറ്റ്. നമ്മളിപ്പോൾ എത്താറായിരിക്കുകയാണ്. നമ്മൾ പാർക്ക് എത്തിയിരിക്കുകയാണ്. കാണുന്നതാണ് കിങ് അബ്ദുള്ള പാർക്കിൻ്റെ എൻട്രി. അപ്പം നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തു. ഇനി നമ്മൾ പാർക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ പാർക്കിലെ വിശേഷങ്ങൾ കാണാം. ഈ പാർക്കിൻ്റെ ഓരോ എന്തൊക്കെയാണ് പാർക്കിലുള്ളത് ഞങ്ങൾ ആദ്യമായിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങളെ ഇനി ചെന്നിട്ട് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഓക്കെ, അപ്പോൾ നമുക്ക് പാർക്കിലേക്ക് പോകും. നമ്മൾ പാർക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പാർക്ക്, കിങ് അബ്ദുള്ള പാർക്ക്. ഇതാണ് അതിൻ്റെ എൻട്രി. ഈ സൈഡിൽ കൂടെ എല്ലാവരും സൈക്കിളൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്ന വഴിയാണ്. ഇതിൻ്റെ ഫ്രണ്ടിലൂടെ. അപ്പം നമുക്ക് അകത്തോട്ട് കയറാം.
ഇപ്പോൾ പാർക്കിൻ്റെ അകത്ത് നമ്മൾ കയറി. അതിൻ്റെ ഓരോ വീഡിയോസാണ്, ഓരോ വണ്ടികൾ വരുന്നുണ്ട്. ഒരാൾക്ക് 11 രൂപ 50 പൈസയാണ് ഈ പാർക്കിൽ കയറണമെങ്കിൽ. ഇതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്താലാണ് അതിനകത്ത് കയറാൻ പറ്റുള്ളൂ. കാണാൻ കുറേ ഉണ്ട്, വെള്ളത്തിൻ്റെ കുറേ ഉണ്ട്, അങ്ങനെ കുറേ കാണാൻ കുറേ ഉണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തിരക്കിലേക്ക് വരുന്നുള്ളൂ. രാത്രി 12 വരെയുണ്ട് ഇതിൻ്റെ സമയങ്ങളും കാര്യങ്ങളെല്ലാം. രണ്ട് വണ്ടികൾ ഇതിൻ്റെ അകത്തേടെ പോകുന്ന വണ്ടികളാണ്. കുറേ ടൈപ്പ് വണ്ടികളുണ്ട്. ഇത് 2 ടൈപ്പ് വണ്ടികളാണ് ഇതിൻ്റെ അകത്തേടെ ഇട്ടിരിക്കുന്നത്. ഈന്തപ്പനകൾ കുറേ നട്ടു വെച്ചിട്ടുണ്ടെന്നാണ് ഈ കാണുന്നതൊക്കെ. ഈന്തപ്പനകളെല്ലാം നട്ടിട്ട് വെച്ചിട്ടുണ്ട്. കുറേ ഡിസൈന് കൊടുത്താണ് ഈന്തപ്പനക്കാർ വെട്ടി വെച്ചേക്കണേ. ഇവിടെ ഞങ്ങൾ വന്നിട്ട് ആകെ കണ്ട് നമ്മുടെ നാട്ടിലൊരു മൃഗം എന്ന് പറഞ്ഞാൽ പൂച്ചയാണ്. ഇവിടെ പട്ടികളെ ഒന്നും കാണാനേ ഇല്ല, പൂച്ചയാണ് അതിന് പകരം. എവിടെ നോക്കിയാലും പൂച്ചകളുണ്ട്. അപ്പോൾ ദേ ഇവിടെ തന്നെ ഞങ്ങൾ വന്നപ്പോൾ കണ്ടത് 2 പൂച്ചക്കുഞ്ഞുങ്ങൾ അതിൻ്റെ സൈഡിൽ നിന്ന് എന്തൊക്കെയോ തപ്പി പിടിച്ച് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ളൊരു പാർക്കിൽ പോയില്ലായിരുന്നു. അപ്പോൾ ആ പാർക്കിൻ്റെ അതേ മോഡൽ പോലെ അവിടെ പോയി അതുപോലെ ഇവിടെ വന്നിരുന്ന് സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാനും ഒക്കെ ആയിട്ട് ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. കുറേ സമയം ഇവിടെ 2 സൈഡിലായിട്ട് കുറേ പച്ചപ്പൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കാനായിട്ടുള്ള സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയായിരിക്കും. ഞങ്ങളപ്പോൾ ദേ ഇവിടെ കിങ് അബ്ദുള്ള പാർക്കിലാണുള്ളത്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മൾ കയറിയിട്ടേ ഉള്ളൂ, കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ ദേ ഈന്തപ്പനയൊക്കെ ഉണ്ട്, ഈന്തപ്പഴം ഉണ്ടായി കിടക്കുന്ന കാണാം. ഈന്തപ്പഴം ചാടിപ്പറിക്കുക. ഇതിന്ന് ആടാൻ വേണ്ടിയിട്ടായിരിക്കും. വാ, ഇങ്ങോട്ട് നോക്കിയേ. അവിടെ വരെ പോയി. അപ്പോൾ നമ്മൾ പാർക്കിൻ്റെ വേറെ സൈഡിലേക്ക് എത്തി. അതിനകത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ കുറേ പച്ചപ്പും കുറേ കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. ഇവിടെ ചെറിയ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ചെറിയൊരു കളിസ്ഥലമുണ്ട്. ഇവിടെ നമ്മുടെ കുട്ടികളുടെ പാർക്കാണ്. ഇവിടെ കുറച്ച് പാർക്കുകൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഭയങ്കര കാറ്റാണ് കേട്ടോ, പറന്നു പോകുന്നു, അതുപോലെ കാറ്റ് വെച്ചിട്ടുണ്ട്.
ഈ സമയത്ത് നല്ല ചൂടാണ്, തണുപ്പ് തുടങ്ങിയാൽ നല്ല തണുപ്പുമാണ്. നമുക്ക് അങ്ങോട്ട് പോവാം, അവിടെ എന്തൊക്കെയുള്ളതെന്ന് കണ്ടിട്ട് വരാം. നമ്മൾ ഈ പാർക്കിൻ്റെ എൻട്രിയിലേക്ക് വന്നേക്കുവാണ്. എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ ഐസ്ക്രീമും ഒക്കെ ഉള്ള ചെറിയൊരു കടയുണ്ട്, ഷോപ്പുണ്ട്. അവിടെ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോയേക്കാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ കുഞ്ഞിക്കട. ആ കാണുന്നത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു. നമ്മൾ അവിടെ സീറ്റിങ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതവിടെ സീറ്റിങ്സാണ് അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. ഈ നീരാളിയുടെ അടിയിൽ കൂടെ കയറി സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വിസിറ്റിംഗ് റൂമാണെന്ന് തോന്നുന്നു. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി പോവാം. ഇതൊക്കെയാണ് ഇവിടുത്തെ സീറ്റ് അറേഞ്ച്മെൻറ്റുകൾ. പുള്ളി എന്താ പറയുക നമ്മളെ കുറിച്ചാ? ഇത് ഇങ്ങോട്ടേക്കുള്ള വേറൊരു എൻട്രൻസാണ്. ഇതിൻ്റെ അകത്തേക്ക് വരണമെങ്കിൽ ചുറ്റുപാട് മൊത്തം എൻട്രൻസാണ്. അതിൻ്റെ ക്ലോക്ക് ഹൗസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു രീതിയിലാണിത് ക്രമീകരിച്ചിരുന്നത്. ക്ലോക്ക് വെച്ച സമയം നോക്കാൻ വേണ്ടി പറഞ്ഞു. പല രാജ്യങ്ങളിലെ സമയമാണ്
അവിടെ കൊടുത്തിരിക്കുന്നത്. ഈന്തപ്പഴം ഉണ്ടായി കിടക്കുന്നതാണ് ഇത്. ഈന്തപ്പഴം പറക്കണതാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒറിജിനൽ ഈന്തപ്പഴമാണ്. ഇപ്പോൾ മരത്തിൽ നിന്ന് ഇത് കണ്ടോളൂ. ഇതാണ് ഈന്തപ്പഴത്തിൻ്റെ മരം. ഇതാണ്ടോ, ഇത് ചാടി കിടക്കുന്നതാണ് ഈന്തപ്പഴം മൊത്തം. നമ്മൾ ഒറിജിനൽ എന്താ പറഞ്ഞാൽ അത്ര ഒറിജിനൽ സാധനം. നല്ല ടേസ്റ്റ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ്. അത്രയ്ക്ക് മധുരമാണ്. എൻ്റെ വൈഫ് പറക്കിയെടുത്തിട്ടുണ്ട്. ഞങ്ങളോട് ഞങ്ങൾ 2 ജ്യൂസ് മേടിച്ചു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്ട്രോബെറി, ഇത് സ്ട്രോബെറി മിക്സുമാണ്. നല്ല ടേസ്റ്റും കേട്ടോ. നമ്മൾ പുറത്ത് മേടിക്കുന്നതിനുള്ള റേറ്റും കുറവുണ്ട്, പക്ഷേ നല്ല തണുപ്പുണ്ട്, കൂളിംഗ് ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. നമുക്കത് ഒത്തിരി ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ഇപ്പോൾ സ്ട്രോബെറി പച്ചയ്ക്ക് തിന്നുമ്പോൾ വേറെ ടേസ്റ്റും നമ്മൾ ജ്യൂസ് അടിച്ചുമ്പോൾ വേറെ ടേസ്റ്റുമാണ്. ജ്യൂസ് അടിച്ചിന് അടിപൊളി ടേസ്റ്റിന് വേറൊരു ഇവിടെ കെമിക്കലും ഇല്ല, ഒന്നും ചേർക്കുന്നത് ഒറിജിനൽ സാധനമാണ് ഇവിടെ ജ്യൂസ് അടിച്ച് നമുക്ക് തരുന്നത്. നമ്മളെ മുമ്പിൽ വെച്ച് ലൈവായിട്ട് അടിച്ച് തരുന്നത്. ഇതിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളത്. മറ്റത് ഞങ്ങൾ ആദ്യം ഒരു പ്രാവശ്യം വാങ്ങിച്ചായിരുന്നു. ഇപ്പോൾ ഇതിന് 3 റിയാലാണ് ഇവിടെ പറഞ്ഞത്. ഓരോ ഷോപ്പിലും ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്, ചെറിയ ഷോപ്പുകൾ. അതിൽ ഓരോ ഷോപ്പിലും ഓരോ റേറ്റാണ്. ഇപ്പോൾ ഇത് ഞങ്ങൾ വാങ്ങിച്ചതിന് ഒരെണ്ണത്തിന് 3 റിയാൽ, അപ്പുറത്തെ ഷോപ്പിലാണെങ്കിൽ ഒരെണ്ണത്തിന് 6 റിയാലൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത് ഇതാണ്. മിക്സ്ഡ് ജ്യൂസ് അല്ലേ, മിക്സ്ഡ് ജ്യൂസ്. ഇത് സ്ട്രോബെറിയുടെ.
ഇത് ഈ പാർക്കിൻ്റെ സൈഡിൽ വേറൊരു വ്യൂ ആണ്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പൊക്കത്തിൽ നമുക്ക് വാട്ടർ ലൈറ്റ്സ് ഡാൻസ് കാണാൻ പറ്റും. ഇവിടെ കളിക്കുന്ന സ്ഥലം കൂടി കേട്ടോ. ഇവിടെ ഇരിക്കാനുള്ള ഏരിയകളും കാര്യങ്ങളും എല്ലാം ഇവിടെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ റിയാദിലുള്ള കിങ് അബ്ദുള്ള പാർക്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു കാര്യം പറയുകയാണ്. ഇവിടെ വാട്ടർ ലൈറ്റ് ഡാൻസ് എന്നൊരു പരിപാടിയുണ്ട്. അത് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളത് എപ്പോഴും ഓണായിട്ടുണ്ടാവും നോട്ടു. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് വെള്ളിയാഴ്ച ദിവസം 1 മണിക്കൂർ ഇടവിട്ടുണ്ടാവും. ബാക്കി എല്ലാ ദിവസങ്ങളിലും ദിവസം 4 പ്രാവശ്യം അതുണ്ടാവുള്ളൂ. അപ്പം ഞങ്ങൾ ആദ്യം ഇവിടെ കയറി വന്നപ്പോൾ ഒന്നും കാണുന്നേ ഇല്ലായിരുന്നു. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. ആദ്യം ഒരു പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേറെ അങ്ങേറ്റത്തെ സൈഡിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം തന്നെ പിന്നെ വരുമായിരിക്കും ഓർത്ത് ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്തപ്പോഴാണ് ഞങ്ങൾ സെക്യൂരിറ്റിയുടെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ സെക്യൂരിറ്റിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം ഇനി ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഉപകാരപ്രദമാകും. അവരത് ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ മിസ് ചെയ്യില്ല. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ കണ്ടെന്നും പറഞ്ഞാൽ അത് കാണാത്തെന്താണെന്ന് ആരും കുറച്ചുപാടുണ്ടാക്കി പ്രശ്നമൊക്കെ ചെയ്യരുത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ 1 അവറിലെയാണ് ഈ ലൈറ്റ് ഡാൻസ് ഒരു ഇവിടെ ഓണാക്കത്തുള്ളൂ. അതും ചെറിയ രീതിയിലേ ഉള്ളൂ. 10 മിനിറ്റ് ഉണ്ടാവും. 15 മിനിറ്റ് മാക്സിമം 2 പാട്ടേ ഉണ്ടാവുള്ളൂ. 2 പാട്ടിന് ആ പാട്ടിന് ഒത്ത രീതിയിലുള്ള ലൈറ്റ് പോലെ അങ്ങനെ വാട്ടർ ഡാൻസ് ഉണ്ടാവും. അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പം ഞങ്ങളിവിടുത്തെ കുറേ കാഴ്ചകളുണ്ട്. ഞങ്ങൾ കുറേ ജ്യൂസൊക്കെ മേടിച്ചത്. ഇപ്പോൾ 3ാമത്തെ ജ്യൂസാണ്. ഞങ്ങൾ ജ്യൂസ് വരെ മേടിച്ച് പിടിച്ചു. നടക്കാനുണ്ട് കേട്ടോ, ഒരുപാട് നടക്കാനുണ്ട്. കുറേ കാഴ്ചകളുണ്ട്. കുറേ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് കാണാനും കുറേ ഐറ്റംസ്, നമുക്ക് ഫാമിലിയായിട്ട് വന്നിരിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. പ്രദർശനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറേ പച്ചപ്പുകളും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നമ്മളെ ഈ എൻട്രി ഫീസാണ് കേട്ടോ കുറച്ച് കൂടുതലായിട്ടുള്ളത്. 11,000 രൂപയാണ് ഒരാൾക്ക്. ഒരു പെർ ഹെഡ് 11,050 പൈസ. 11,50 പൈസ ഇവിടുത്തെ സൗദി റിയാലാണ്. ഇന്നൊക്കെ ആയെങ്കിലും നമുക്ക് ഒഴിവ് സമയങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു പാർക്കാണ്. അതെ, നമുക്ക് കുറേ എൻ്റർടൈൻമെൻറ്റ്, കുറേ കാര്യങ്ങൾ, നമുക്ക് കുറേ ക്ലൈമറ്റ് നല്ലതാണ്. കുറേ പരിപാടി ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരുപാട് സമയമായി, രാത്രി 11 മണി 12 മണി ആവാറായി. ഞങ്ങളിവിടെ കഴിഞ്ഞു, ഞങ്ങൾ പോകാൻ നിൽക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഞങ്ങൾ പുതിയ ഈ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങൾക്ക് സപ്പോർട്ടിന് എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ഓക്കെ, ബൈ. ബൈ.